ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പോയായിരുന്നേ. അപ്പൊ പള്ളി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ പള്ളി വെച്ച് എന്നെ കണ്ടൊരു ചേച്ചി അതിന്റെ വീട്ടിൽ ചെന്ന് പറയുകയാണ്, എന്താ അവൾ എന്നാ വണ്ണം വെച്ചു, പിള്ളേരെ വണ്ണം വെച്ച് ഇങ്ങനെ വണ്ണം വെക്കൂ, ഇതൊരു അസുഖമാണോ, ഇതിനൊക്കെ എന്താ തിന്നാൻ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആ ചേച്ചിയുടെ സ്വന്തം മോൾ തന്നെ വന്ന് എന്നോട് ചോദിച്ചു, നീ എന്നാടി വീട്ടിലിരിക്കുമ്പോൾ തിന്നണേ, എനിക്കൊന്നും കഴിച്ചിട്ട് ശരീരത്തിൽ പിടിക്കുന്നില്ല എന്നൊക്കെ വന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ ചേച്ചി എന്നെ ഒരു 2 വർഷം മുമ്പ് ഞാൻ ഹോസ്റ്റലിൽ ഇരുന്ന സമയത്ത് എന്നോട് പറയുമായിരുന്നു, അയ്യോ എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്, നിനക്ക് അവിടെ നിന്ന് കഴിക്കാൻ കിട്ടുന്നില്ലേ, വീട്ടിൽ വന്നാൽ എന്തെങ്കിലും മര്യാദ കഴിക്കാൻ പാടില്ലേ, എന്തെങ്കിലും ക്ഷീണിച്ച മുഖമൊക്കെ വല്ലാണ്ട് ആലോചിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അന്ന് 2 വർഷം മുമ്പ് എന്നോട് പറഞ്ഞ ചേച്ചിയാണിത്. എനിക്ക് മനസ്സിലാവാത്തത് ഇവരുടെ അസുഖം എന്താണെന്നാണ്. ക്ഷീണിച്ചിരുന്നപ്പോൾ പറഞ്ഞു ഭയങ്കര ക്ഷീണമാണ്, വണ്ണം വെച്ചപ്പോൾ പറഞ്ഞു ഇത് ഭയങ്കരമായിട്ട് വണ്ണം വെച്ചല്ലോ, ഇതിൽ അസുഖമാണോ, ഇതിനെന്താ തിന്നാൻ കൊടുക്കണമെന്ന് പരാതി. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്റെ വീട്ടില് ദാരിദ്ര്യം ഇല്ലെന്ന് നിങ്ങൾ ഇത് എന്റെ ഈ മുഖം കാണുമ്പോഴും എന്റെ വണ്ണം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. എന്റെ വീട്ടിൽ ഒരു ദാരിദ്ര്യമില്ല, എന്റെ അപ്പനും അമ്മ ഇഷ്ടംപോലെ തിന്നാൻ തരണം എനിക്ക്. അതെനിക്ക് പ്രത്യേകിച്ച് ഒന്നും തരുന്നില്ല. ഞാൻ സാധാരണ വീട്ടിലിരിക്കുമ്പോൾ ഇവർ കഴിക്കണം തന്നെ ഞാനും കഴിക്കുന്നത്. പിന്നെ എനിക്കിപ്പോ പ്രത്യേകിച്ച് ടെൻഷനോ സ്ട്രെസ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇല്ല മീൻസ് പഠിത്തം സംബന്ധമായിട്ട് ഒന്നുമില്ല. അപ്പൊ പിന്നെ എനിക്ക് കഴിക്കാൻ പാടില്ലേ, തിന്നാൻ പാടില്ല, അപ്പൊ ഞാൻ വണ്ണം വെച്ചൊക്കെ ഇരിക്കും. അത് നോക്കി കണ്ടുപിടിച്ച് അടുത്ത ആക്കളോട് ചെന്ന് പറഞ്ഞു നടക്കുന്ന കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സോൾവ് ചെയ്യുക. തൽക്കാലം എന്റെ വീട്ടില് തിന്നാൻ തരാനുള്ള ശേഷി എന്റെ അപ്പനമ്മയ്ക്കുണ്ട്. എന്തൊക്കെ സൂക്കേടാന്ന് എനിക്ക് മനസ്സിലാവാത്തെ.